എല്ലാവർക്കും അമൃതാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസെൻഷ്യൽ മിനറൽ എലമെൻറ്റ്സ് ഈ ഭാഗത്തു നിന്നുള്ള പ്രധാന ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യമായിട്ട് എന്താണ് എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് നോക്കാം. An essential element is defined as one element without which the plants cannot complete its life cycle, or one element that has a clear physiological role. ഒരു എസെൻഷ്യൽ ഇലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇലമെൻറ്റ് ഇല്ലാണ്ട് പ്ലാന്റ്സിന് അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഇലമെൻറ്റിന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഫിസിയോളജിക്കൽ റോൾ ഉണ്ട്. അപ്പോൾ അതാണ് എസെൻഷ്യൽ ഇലമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 17 എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, പൊട്ടാസ്യം, സൾഫർ, ഫോസ്ഫറസ്, കാൽഷ്യം, മഗ്നീഷ്യം, അയൺ, മാഗ്നീസ്, മോളിബ്ഡിനിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, ക്ലോറിൻ ആൻഡ് നിക്കൽ. ഇപ്പോൾ 17 എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണുള്ളത്. ഈ പേരുകളെല്ലാം പഠിച്ചു വയ്ക്കണം. നമുക്കിനി നെക്സ്റ്റ് നോക്കാം. ഹോഗ്ലാൻഡ് 1944 classified essential elements into two groups. അപ്പോൾ ഹോഗ്ലാൻഡ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് 1944 എസെൻഷ്യൽ ഇലമെൻസിനെ രണ്ട് ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെയാണ് മാക്രോ ന്യൂട്രിയൻസ്, രണ്ടാമത്തെയാണ് മൈക്രോ ന്യൂട്രിയൻസ്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ചില എസെൻഷ്യൽ ഇലമെൻറ്റ്സ് പ്ലാന്റ്സിന് വളരെ ലാർജ് എമൗണ്ടിൽ ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ് എന്താണ്? കുറഞ്ഞ അളവിൽ പ്ലാന്റ്സിന് ആവശ്യമുള്ള ഇലമെൻസിനെയാണ് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സയൻറ്റിസ്റ്റിൻ്റെ പേര് ഓർത്ത് വെക്കണം. ഹോഗ്ലാൻഡ് 1944 എസെൻഷ്യൽ ഇലമെൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്. നമ്മൾ എന്താണ് മാക്രോ ന്യൂട്രിയൻസ്, എന്താണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു. അപ്പം മാക്രോ ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു 17 എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണുള്ളത്. ആ 17 എസെൻഷ്യൽ എലമെൻറ്റ്സിൽ 10 എലമെൻറ്റ്സ് ആർ മാക്രോ ന്യൂട്രിയൻസ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, പൊട്ടാസ്യം, സൾഫർ, ഫോസ്ഫറസ്, കാൽഷ്യം, മഗ്നീഷ്യം ആൻഡ് അയൺ. ഈ 10 എലമെൻറ്റ്സ് ആണ് മാക്രോ ന്യൂട്രിയൻസിൽ വരണത്. അപ്പോൾ പേരുകൾ പഠിച്ചു വെക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ തന്നിരിക്കുന്നതിൽ ഏതാണ് മാക്രോ ന്യൂട്രിയൻസ് എന്നൊക്കെ എടുത്ത് എഴുതാൻ ചോദിക്കും. അപ്പോൾ എല്ലാം അറിഞ്ഞാലാണ് നിങ്ങൾക്കത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്രോ ന്യൂട്രിയൻസും അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസും ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. നമുക്കിനി ഏതൊക്കെയാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് നോക്കാം. അപ്പോൾ 17 എസെൻഷ്യൽ എലമെൻറ്റ്സിൽ 7 എലമെൻറ്റ്സ് ആണ് മൈക്രോ ന്യൂട്രിയൻസിൽ വരണത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. മാംഗനീസ്, മോളിബ്ഡിനിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, ക്ലോറിൻ ആൻഡ് നിക്കൽ. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് ആണ് മൈക്രോ ന്യൂട്രിയൻസിൽ വരണത്. നമ്മൾ എന്താണ് മാക്രോ ന്യൂട്രിയൻസ്, എന്താണ് മൈക്രോ ന്യൂട്രിയൻസ് എന്നൊക്കെ നോക്കി. അപ്പോൾ പ്ലാന്റ്സിന് ഈ എസെൻഷ്യൽ എലമെൻറ്റ്സിൻ്റെ സപ്ലൈ കുറയുമ്പോൾ പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് റെഡ്യൂസ് ആവും. അതുപോലെ തന്നെ അവർ മോർഫോളജിക്കലി കുറേ ഡിഫക്ട്സ് കാട്ടും, കുറേ സിംറ്റംസ് ഒക്കെ കാട്ടും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലിറ്റിൽ ലീഫ് ഡിസീസ് ഈസ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി പൊട്ടാസ്യം, ഓപ്ഷൻ സി സിങ്ക്, ഓപ്ഷൻ ഡി ക്ലോറിൻ. അപ്പോൾ ലിറ്റിൽ ലീഫ് ഡിസീസ് എന്തിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് ഉണ്ടാവുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, സിങ്ക്. അപ്പോൾ ഈ ലിറ്റിൽ ലീഫ് ഡിസീസ് എന്ന് പറയുമ്പോൾ ഇലകളൊക്കെ എന്താ, ചെറിയ ഇലകൾ വരെ യെല്ലോ കളറായിരിക്കും. പിന്നെ സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയിരിക്കും, പ്ലാന്റ്സ് ഒക്കെ സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയിരിക്കും. അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റം. അപ്പോൾ ഓർത്ത് വെക്കുക, ലിറ്റിൽ ലീഫ് ഡിസീസ് കോസ് ചെയ്യണത് സിങ്കിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സാന്തിമ ഇൻ സിട്രസ് ട്രീസ് ഈസ് എ റിസൾട്ട് ഓഫ് ദ ഡെഫിഷ്യൻസി ഓഫ് ഓപ്ഷൻ എ ബോറോൺ, ഓപ്ഷൻ ബി കോപ്പർ, ഓപ്ഷൻ സി കാൽഷ്യം, ഓപ്ഷൻ ഡി സിങ്ക്. അപ്പോൾ എക്സാന്തിമ എന്ന് പറയുന്ന ഡിസീസ് എന്തിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഉണ്ടാവുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, കോപ്പറിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്ന ഒരു ഡിസീസാണ് എക്സാന്തിമ. അപ്പോൾ എക്സാന്തിമ എന്ന് പറയുന്നത് ആ ഡിസീസിൽ ഈ ട്രീ ബാർക്കൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിലൂടെ ഗമ്മൊക്കെ എക്സ്ക്യൂഡ് ചെയ്യും. വുഡിനൊക്കെ അത് നാശം സംഭവിക്കും. ഇനി ഫ്രൂട്ട്സിലാണെങ്കിൽ ഫ്രൂട്ട്സിൽ ഇങ്ങനെ പാച്ചസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. ഇതൊക്കെയാണ് ഇതിൻ്റെ മേജർ ആയിട്ടുള്ള സിംറ്റംസ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, എക്സാന്തിമ എന്ന് പറയുന്നത് കോപ്പറിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്നതാണ്.
നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മാക്രോ ഇലമെൻറ്റ്. മാക്രോ ഇലമെൻറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ അയേൺ, ഓപ്ഷൻ ബി ഫോസ്ഫറസ്, ഓപ്ഷൻ സി മാംഗനീസ്, ഓപ്ഷൻ ഡി മഗ്നീഷ്യം. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, മാംഗനീസ്. മാംഗനീസ് എന്താണ്? മൈക്രോ ഇലമെൻ്റ് ആണ്. ബാക്കി അയേൺ, ഫോസ്ഫറസ്, മഗ്നീഷ്യം എല്ലാം മാക്രോ ഇലമെൻറ്റ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിനറൽ ഇലമെൻറ്റ് വിച്ച് മെയിൻറ്റെയിൻസ് റൈബോസോം സ്ട്രക്ചർ. റൈബോസോം സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യണ മിനറൽ ഇലമെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സൾഫർ, ഓപ്ഷൻ ബി കാൽഷ്യം, ഓപ്ഷൻ സി മഗ്നീഷ്യം, ഓപ്ഷൻ ഡി അയേൺ. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മഗ്നീഷ്യം. മഗ്നീഷ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ഇറ്റ് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ റൈബോസോം സ്ട്രക്ചർ. അതുപോലെ തന്നെ മഗ്നീഷ്യത്തിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്, നമുക്കറിയാം മഗ്നീഷ്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെറ്റൽ ഇലമെൻറ്റ് ദാറ്റ് പ്രസൻറ്റ് ഇൻ ക്ലോറോഫിൽ പിഗ്മെൻറ്റ് മോളിക്യൂൾ. ക്ലോറോഫിൽ പിഗ്മെൻറ്റ് മോളിക്യൂളിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റൽ എലമെൻ്റ് ആണ് മഗ്നീഷ്യം. അതുകൊണ്ട് തന്നെ ക്ലോറോഫിൽ സിന്തസിസ് ചെയ്യാനും മഗ്നീഷ്യത്തിന് ഒരു പ്രധാന റോളുണ്ട്. അപ്പോൾ ഇത് രണ്ടും അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഫങ്ഷനാണ്, ഓർത്ത് വയ്ക്കണം. ഒരു ഫങ്ഷൻ ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ റൈബോസോം സ്ട്രക്ചർ, പിന്നുള്ളത് ഇറ്റ് പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ക്ലോറോഫിൽ സിന്തസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A mineral element which is a component of nitrogenase is option A molybdenum, option B chlorine, option C cobalt, option D nitrogen. ഇതിൽ ഏത് എലമെൻ്റ് ആണ് നൈട്രജനേസ് എൻസൈമിലെ പ്രധാന കമ്പോണൻ്റ് എന്ന്? അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, molybdenum. അപ്പം നൈട്രജനേസ് എൻസൈം അതുപോലെ തന്നെ നൈട്രേറ്റ് റിഡക്റ്റേസ്, ഈ രണ്ട് എൻസൈംസിൻ്റെയും കമ്പോണൻ്റ് ആണ് molybdenum എന്ന് ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ ഇനി എൻസൈമിൻ്റെ പേര് നൈട്രേറ്റ് റിഡക്റ്റേസ് എന്നാണ് ചോദിക്കുക, അപ്പോഴും ആൻസർ എന്താണ്? molybdenum തന്നെയാണ്. അപ്പോൾ ഈ രണ്ടും ഓർത്ത് വയ്ക്കുക. ദ മിനറൽ എലമെൻറ്റ് വിച്ച് ഈസ് എ കമ്പോണൻ്റ് ഓഫ് എൻസൈംസ് നൈട്രജനേസ് അതുപോലെ തന്നെ നൈട്രേറ്റ് റിഡക്റ്റേസ്, അത് molybdenum ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിപ്റ്റൈൽ ഡിസീസ് ഇൻ കാബേജ് ഈസ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് ഓപ്ഷൻ എ molybdenum, ഓപ്ഷൻ ബി ബോറോൺ, ഓപ്ഷൻ സി അയൺ, ഓപ്ഷൻ ഡി കാൽഷ്യം. വിപ്റ്റൈൽ ഡിസീസ് ഇൻ കാബേജ്, കാബേജിൽ കാണുന്ന വിപ്റ്റൈൽ ഡിസീസ് എന്തിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, molybdenum. അപ്പോൾ വിപ്റ്റൈൽ ഡിസീസിൻ്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് ലീഫിലാണ്. ലീഫ് പ്രോപ്പർലി ഡെവലപ്പ് ചെയ്യില്ല, വളരെയധികം ചെറുതായിരിക്കും, അതുപോലെ തന്നെ ക്ലോറോട്ടിക് ലീഫായിരിക്കും. എല്ലാ ലീഫും മൊത്തത്തിൽ എന്താ ഒരു വൈറ്റ് കളറായി മാറും, അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റം. അപ്പോൾ ഓർത്ത് വയ്ക്കുക, വിപ്റ്റൈൽ ഡിസീസ് ഇൻ കാബേജ് അതെന്ത് കാരണമാണ് ഉണ്ടാവുന്നത്? ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് molybdenum. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിങ്ക് ഈസ് എസെൻഷ്യൽ ഫോർ ഓപ്ഷൻ എ ബയോസിന്തസിസ് ഓഫ് ക്ലോറോഫിൽസ്, ഓപ്ഷൻ ബി ബയോസിന്തസിസ് ഓഫ് ഓക്സിൻ, ഓപ്ഷൻ സി സ്റ്റൊമാറ്റൽ ക്ലോസിംഗ്, ഓപ്ഷൻ ഡി ഓക്സിഡേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ബയോസിന്തസിസ് ഓഫ് ഓക്സിൻ. അപ്പോൾ സിങ്കിൻ്റെ ഒരു പ്രധാന ഫംഗ്ഷനാണ്, അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇറ്റ് ഈസ് നീഡഡ് ഫോർ ഓക്സിൻ സിന്തസിസ്. ഓക്സിൻ സിന്തസിസ് ചെയ്യാൻ ഇത് ആവശ്യമാണ്, അതതിൻ്റെ ഒരു മേജർ ഫങ്ഷനാണ്. അപ്പോൾ അതെല്ലാവരും ഓർത്ത് വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫങ്ഷൻ ഓഫ് മഗ്നീഷ്യം ആൻഡ് അയൺ ഈസ് ഓപ്ഷൻ എ സിന്തസിസ് ഓഫ് ക്ലോറോഫിൽ, ഓപ്ഷൻ ബി സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ്, ഓപ്ഷൻ സി സിന്തസിസ് ഓഫ് ഫാറ്റ്, ഓപ്ഷൻ ഡി സിന്തസിസ് ഓഫ് ഓർഗാനിക് ആസിഡ്സ്. അപ്പോൾ ഇത് നമ്മൾ മഗ്നീഷ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, മഗ്നീഷ്യത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് റോളാണ് ക്ലോറോഫിൽ സിന്തസിസ് എന്ന്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് സിന്തസിസ് ഓഫ് ക്ലോറോഫിൽ. അപ്പോൾ നോക്കി, ഇവിടെ അയേണും പറഞ്ഞിട്ടുണ്ട്. അയേണിൻ്റെയും ഫംഗ്ഷൻ ഇത് തന്നെയാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സിന്തസിസ് ഓഫ് ക്ലോറോഫിൽ. രണ്ടിൻ്റെയും ഫംഗ്ഷൻ സെയിം തന്നെയാണ്, രണ്ടും ക്ലോറോഫിൽ സിന്തസിസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ശ്രദ്ധിച്ച് എഴുതാം. ഓപ്ഷൻസ് ഏതാണെന്ന് നോക്കിയിട്ട് എഴുതാം. ചിലപ്പോൾ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് തരും, മഗ്നീഷ്യവും തരും, അതുപോലെ തന്നെ അയണും തരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും തരാം, ഒന്നില്ലെങ്കിൽ മഗ്നീഷ്യം ആയിരിക്കും, ഒന്നില്ലെങ്കിൽ അയൺ ആയിരിക്കും. അപ്പോൾ രണ്ടിൻ്റെയും ഫങ്ഷനാണ് ടു ഹെൽപ്പ് ടു ദ സിന്തസിസ് ഓഫ് ക്ലോറോഫിൽ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്